ഇസ്രയേൽ തലസ്ഥാനമായ ടെല്ലവീവ് വിമാനത്താവളത്തിൽ മിസൈൽ ആക്രമണം. ഇതിനെ തുടർന്ന് ടെല്ലവീവിൽ വലിയ രീതിയിലുള്ള സംഘർഷാവസ്ഥയാണ് നിലനിൽക്കുന്നത്. അതേസമയം ആക്രമണത്തിന് കടുത്ത മറുപടി നൽകുമെന്നും ഉത്തരവാദികളായ ആരെയും വെറുതെ വിടില്ലെന്നും ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു മുന്നറിയിപ്പ് നൽകി. കുറച്ചു കാലമായി മധ്യപൂർവേഷ്യൻ രാജ്യമായ ഇസ്രയേലിൽ സംഘർഷങ്ങൾ വർദ്ധിച്ചു വരികയാണ്. ഗാസയിലെ ഹമാസിനെതിരായ ഇസ്രയേലിന്റെ യുദ്ധം ഇതുവരെ അവസാനിച്ചിട്ടില്ല. ട്രംപ് അധികാരമേറ്റപ്പോൾ കുറച്ചു കാലത്തേക്ക് വെടിനിർത്തൽ പ്രാബല്യത്തിൽ ഉണ്ടായിരുന്നെങ്കിലും നീണ്ടുനിന്നില്ല. ബെൻഗുരിയോൺ വിമാനത്താവളത്തിന് സമീപമുള്ള മിസൈൽ ആക്രമണത്തിന് ശേഷം ഹൂതികൾക്കെതിരെ ഒന്നിലധികം ആക്രമണങ്ങൾ നടത്തുമെന്ന് നെതന്യാഹു പ്രതിജ്ഞയെടുത്തു. അതേസമയം ഗാസ മുനമ്പിൽ ആക്രമണം ശക്തമാക്കാൻ ഇസ്രയേൽ തീരുമാനിച്ചു. ഇത് സംബന്ധിച്ച് ഉന്നതതല ഉപദേശക യോഗവും നടന്നു. അതിനിടെ യമനിലെ ഹൂതി ഭീകരർ പൊടുന്നനെ ഇസ്രയേലിനെ ആക്രമിച്ചു. വലിയ കോളിളക്കമാണ് ആക്രമണത്തെ തുടർന്നുണ്ടായത്. ആക്രമണം നടത്തിയ ഹൂതി സേനയെ ശക്തമായി ആക്രമിക്കുമെന്നും ശക്തമായ തിരിച്ചടി ഉണ്ടാകുമെന്നും ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു മുന്നറിയിപ്പ് നൽകി. ഇതു സംബന്ധിച്ച് ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ട്വിറ്റർ പേജിൽ അദ്ദേഹം ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തു. ഹൂതി ആക്രമണത്തിന് മറുപടിയായി ഇസ്രയേൽ ഒരാക്രമണം മാത്രം നടത്തില്ലെന്നും തുടർച്ചയായ ആക്രമണങ്ങൾ നടത്തുമെന്നും നെതന്യാഹു പറഞ്ഞു. ഞങ്ങൾ അവർക്കെതിരെ നടപടിയെടുക്കും. മുൻകാലങ്ങളിലും ഞങ്ങൾ നടപടിയെടുത്തിട്ടുണ്ട്. ഭാവിയിൽ തീർച്ചയായും നടപടിയെടുക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. നിലവിലെ സാഹചര്യത്തിൽ എല്ലാ കാര്യങ്ങളും എനിക്ക് വിശദമായി വിശദീകരിക്കാൻ കഴിയില്ല. പക്ഷേ ഉറപ്പായും ഞങ്ങൾ തിരിച്ചടിക്കും. അമേരിക്കയും നമ്മോടൊപ്പം ചേർന്ന് ആവശ്യമായ നടപടി സ്വീകരിക്കും. മാത്രമല്ല, ഹൂതി ആക്രമണത്തോടുള്ള ഞങ്ങളുടെ പ്രതികരണം ഒറ്റത്തവണ സംഭവിക്കുന്ന ഒന്നായിരിക്കില്ല. നിരവധി ആക്രമണങ്ങളാണ് ഞങ്ങൾ നടത്താൻ പോകുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ഹൂതി ആക്രമണത്തിന് പ്രതികാരം ചെയ്യുമെന്ന് ഇസ്രയേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സും പ്രതിജ്ഞയെടുത്തു. ഇറാനുമായി സഖ്യം ചേർന്ന ഹൂതികൾക്കെതിരെ ശക്തമായ തിരിച്ചടി നൽകുമെന്ന് അദ്ദേഹം വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. ഇസ്രായേലിനെ ദ്രോഹിക്കുന്നവർക്ക് 7 ഇരട്ടി തിരിച്ചടി നൽകുമെന്ന് ഇസ്രായേൽ കാറ്റ്സ് പറഞ്ഞിട്ടുണ്ട്. ഹൂതി സൈന്യം തൊടുത്തുവിട്ട ബാലിസ്റ്റിക് മിസൈൽ ടെല്ലവീവിന് പുറത്തുള്ള ബെൻഗുരിയോൺ വിമാനത്താവളത്തിലെ ടെർമിനൽ 3 സമീപം 75 മീറ്റർ താഴ്ചയിലായിരുന്നു പതിച്ചിരുന്നത്. വിമാനത്താവളത്തിലെ പാർക്കിംഗ് സ്ഥലത്തിന് സമീപമുള്ള റോഡിലാണ് മിസൈൽ വീണത്. ഇസ്രായേലിലെ ഏറ്റവും സുരക്ഷിതമായ പ്രദേശങ്ങളിലൊന്നിലാണ് ആക്രമണം നടന്നത്. 25 മീറ്റർ ആഴമുള്ള ഒരു ഗർത്തവും ആക്രമണത്തിൽ അവശേഷിച്ചു. ആക്രമണം നടന്ന കൃത്യം സമയത്ത് എയർ ഇന്ത്യ വിമാനം ടെല്ലവീവിലേക്ക് പോവുകയായിരുന്നു. ആക്രമണത്തെക്കുറിച്ചുള്ള വിവരം ലഭിച്ചതിനെ തുടർന്ന് എയർ ഇന്ത്യ വിമാനം അബുദാബിയിലേക്ക് തിരിച്ചുവിട്ടു. കൂടാതെ അടുത്ത കുറച്ച് ദിവസത്തേക്ക് ടെല്ലവീവ് വിമാനത്താവളത്തിലേക്കുള്ള എല്ലാ സർവീസുകളും എയർ ഇന്ത്യ റദ്ദാക്കി. കഴിഞ്ഞ 48 മണിക്കൂറിനിടെ 4ാമത്തെ മിസൈൽ ആക്രമണമാണ് യമന്റെ ഭാഗത്തുനിന്നും ഹൂതി വിമതരുടെ ഭാഗത്തുനിന്നും ഇസ്രയേലിൽ ഉണ്ടായത്. ഇതിനു മുൻപുണ്ടായ അപകടങ്ങളിൽ വലിയ തോതിലുള്ള നാശനഷ്ടങ്ങൾ ഇസ്രയേലിൽ ഉണ്ടായിട്ടില്ല. 3 തവണ ഇതിനു മുമ്പ് ആക്രമണങ്ങൾ ഉണ്ടായപ്പോഴും അതിനെയൊക്കെ പ്രതിരോധിക്കാൻ ഇസ്രയേലിന്റെ മിസൈൽ പ്രതിരോധ സേനയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ കഴിഞ്ഞ 48 മണിക്കൂറിനിടെയുണ്ടായ 4ാമത്തെ ആക്രമണത്തെ പ്രതിരോധിക്കുന്നതിൽ ഇസ്രയേൽ സംവിധാനം പൂർണ്ണമായും പരാജയപ്പെട്ടുവെന്ന് തന്നെ പറയാം.